ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കണമെന്നും രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും അസുഖങ്ങൾ വന്നാൽ ഉന്നതമായ ചികിത്സകൾ ലഭിക്കണമെന്നും എല്ലാം നാം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അള്ളാഹു അനുവദിക്കുന്നില്ല എങ്കിൽ പണം അതിനൊന്നും ഉപകരിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണവും വർഷങ്ങളായിട്ട് റഷ്യൻ തടവറയിൽ കഴിയുന്ന റഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ ദാരുണമായ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും ഡയബറ്റീസും മറ്റ് അസുഖങ്ങളും മൂലം അതൊന്നും കഴിക്കുവാൻ കഴിയാത്ത എത്രയോ ധനികരെ നമുക്കറിയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിനാ ബികസ്റത്തിൽ അർളി വലകിന്നൽ ഗിനാ ഗിനൻ നഫ്സി. ഭൗതിക വിഭവങ്ങളുടെ ഐശ്വര്യമല്ല യഥാർത്ഥ ഐശ്വര്യം, മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യമെന്നും. എന്നിട്ടും നാം പണത്തിന്റെ പിന്നാലെയുള്ള അന്ധമായ പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്ത് കണ്ണാടിയുടെ മുൻപിൽ നിന്നും മുടി ചീകുന്ന മനുഷ്യൻ അവൻ എത്ര ശ്രമിച്ചാലും അത് കാലം കഴിയുമ്പോൾ പൊഴിയുകയും അല്ലെങ്കിൽ നരയ്ക്കുകയും ചെയ്യുന്നു. വിലയേറിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ കൊണ്ട് അവൻ മിനുസപ്പെടുത്തുന്ന ചർമ്മങ്ങൾ അവൻ എത്ര പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചാലും അതിൽ ചുളിവുകൾ വീഴുന്നു. അവന് പ്രിയങ്കരമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറയുകയും ചിലപ്പോൾ തീർത്തുമില്ലാതെയാവുകയും ചെയ്യുന്നു. അവസാനം കബറുകളിൽ അവൻ കിടക്കുമ്പോൾ അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നവന്റെ ശരീരത്തെ പുഴുക്കൾ കാർന്നു തിന്നുകയാണ്. മനോഹരങ്ങളായ കണ്ണുകളുടെ സ്ഥാനത്ത് 2 കുഴികളും തുടുത്ത കവിളിന്റെ സ്ഥാനത്ത് എല്ലും, അങ്ങനെ അവനൊരു അസ്ഥിപഞ്ചരമായി തീരുന്നു. അവസാനം മണ്ണായി തീരുകയാണ്. ഈ ലോകത്തിലെ സർവസ്വവും നശിക്കുന്നു. ശിരസുയർത്തി നിന്ന വൻ വൃക്ഷങ്ങൾ തീരുന്നതും ചിതലരിച്ച് നശിക്കുന്നതും വൻ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതും നാം കാണാറില്ലേ? അതുകൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അഗ്നിയിലെ കാഞ്ഞെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ മരണത്തെക്കുറിച്ച് സദാ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരെ അതിനുവേണ്ടി തയ്യാറെടുക്കുകയുള്ളൂ എന്ന്. ശരാശരി മനുഷ്യ ജീവിതം 60-70 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് 13-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ, വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മത്താഅ. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് ഒരു സുഖാനുഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുത്തുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ വിരൽത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ചിട്ടുള്ള അനന്തമായ ജലഗണങ്ങളാണ് പരലോകമെന്നും. ദൗർഭാഗ്യവശാൽ ഇഹലോകമാകുന്ന ഈ ജലഗണത്തിന് വേണ്ടി സർവസ്വവും ഹോമിക്കുകയാണ് നാം ചെയ്യുന്നത്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ ചൂടിൽ നിന്നും മോചനം നേടാനായിട്ടൊരു മരത്തിന്റെ ശീതളച്ഛായയിൽ അല്പം വിശ്രമിച്ച് നടന്നു നീങ്ങുന്ന യാത്രക്കാരന് ആ മരവുമായുള്ള ബന്ധം, ആ തണലുമായുള്ള ബന്ധം എത്രമാത്രമാണോ, ആ ബന്ധം മാത്രമേ എനിക്കും ഈ ലോകവും തമ്മിലുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് നിമിഷവും ഈ ലോകത്ത് നിന്നും യാത്ര പറയാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. 60 വയസ്സിന് ശേഷം കുട്ടിയുണ്ടായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇവിടുത്തെ പത്രങ്ങൾ ഒരുപാട് എഴുതിയില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ജലം നിറച്ചൊരു പാത്രത്തിൽ ആ കുട്ടി വീണ് മരിച്ചതും ആ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം. അതാരെ എപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. വിവാഹത്തിന് പോകുമ്പോൾ അപകടത്തിൽ മരിച്ച വരനെയും വധുവിനെയും സംബന്ധിച്ചും വിവാഹശേഷം ഉടനെ അപകടത്തിൽ മരിച്ച വധൂവരന്മാരെ സംബന്ധിച്ചും നാം വായിക്കാറില്ലേ? മാതാപിതാക്കൾക്ക് മുൻപ് സന്താനങ്ങളെയും, ജ്യേഷ്ഠന് മുൻപേ അനുജനെയും, ഭർത്താവിന് മുൻപേ ഭാര്യയെയും, രോഗിക്ക് മുൻപേ ആരോഗ്യവാനെയും മരണം പിടികൂടുക തന്നെ ചെയ്യും. എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുമെന്ന് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. ശക്തമായൊരു കോട്ടക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഉണർത്തുന്നതും അതുകൊണ്ടാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. എന്നാൽ മരണം അടുത്തൊന്നും നമ്മെ പിടികൂടുകയില്ല എന്ന ഒരു സന്തോഷത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. ഈ മരണം അംഗീകരിക്കുന്ന നാം തന്നെ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്ന് അംഗീകരിക്കുവാൻ പലപ്പോഴും വിസമ്മതിക്കുക. ലോകത്തിനൊരു അന്ത്യമുണ്ടെങ്കിലല്ലേ വീണ്ടും മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. എന്നിട്ടല്ലേ നന്മക്കനുസൃതമായൊരു പ്രതിഫലവും തിന്മക്കനുസൃതമായൊരു ശിക്ഷയും മനുഷ്യൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്തിന് യഥാർത്ഥത്തിൽ ഒരു അന്ത്യമുണ്ടോ ഇല്ലയോ എന്ന സംശയമുള്ള ഒരുപാട് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ പോലും പറഞ്ഞിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ 1556 ചൈനയിലെ ഷെൽസി പട്ടണത്തിൽ നടന്ന ഭൂമികുലുക്കത്തെയും
ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുകയും ലിസ്ബൺ പട്ടണത്തെ തകർക്കുകയും യൂറോപ്പിലെ 1/3 ഭാഗത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്ത പോർച്ചുഗലിൽ 1756 നടന്ന ഭൂമികുലുക്കത്തെയും ബ്രഹ്മപുത്ര നദിയുടെ ഗതി തിരിച്ചുവിടുകയും എവറസ്റ്റ് കൊടുമുടിയെ 100 അടിയോളം ഉയർത്തുകയും ചെയ്ത 1897 ആസാമിൽ നടന്ന ഭൂമികുലുക്കത്തെയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലും 2-3 വർഷങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിലും നടന്ന ഭൂമികുലുക്കങ്ങളെയും കുറിച്ചോർത്ത് കിടിലം കൊള്ളുന്ന ഞാനും നിങ്ങളും തന്നെയല്ലേ ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്നതും ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം കുറിക്കുന്നതുമായ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്? അന്ത്യദിനം ഏത് ദിവസത്തിലാണ്, ഏത് സമയത്താണ് നടക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുമെന്നാണ് ഖുർആനും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ജീവിതത്തിന് ഇനിയും ദൈർഘ്യമുണ്ടെന്നും ഈ നിർഭയാവസ്ഥ ശാശ്വതമാണെന്നും മനുഷ്യൻ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് സംഭവിക്കുക എന്നും ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം കുറിക്കപ്പെടുന്ന സമയം അടുത്തെത്തി എന്ന ബോധം നിങ്ങളുടെ ചിന്താമണ്ഡലത്തിന്റെ അരികത്ത് പോലും സ്ഥാനം പിടിക്കാതെ നിങ്ങൾ പരസ്പരം തർക്കിച്ചും കലഹിച്ചും കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് സംഭവിക്കുക എന്നും ഒട്ടകത്തിന്റെ പാൽ കറന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുന്നതിന് മുൻപും കുടിയിൽ ജലം നിറച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കുവാൻ സാധിക്കുന്നതിന് മുൻപും ഉരുളവായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് ഇറക്കാൻ കഴിയുന്നതിന് മുൻപും അന്ത്യദിനം സംഭവിക്കുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനെ പരിഹസിക്കുന്നവർ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സുനാമി ദുരന്തത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ശക്തമായ കാറ്റോ മഴയോ കടൽക്ഷോഭമോ ഒന്നുമില്ലാതിരുന്ന പ്രസന്നമായ കാലാവസ്ഥയിൽ കടൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോയവരെയും തീർത്ഥാടനത്തിന് പോയവരെയും പ്രഭാത സവാരിക്ക് പോയവരെയും തൊട്ടടുത്ത റിസോർട്ടുകളിൽ ഒഴിവു സമയം ചെലവഴിക്കാൻ പോയവരെയും അമ്പരപ്പിച്ചുകൊണ്ട് താളിപ്പിച്ചുകൊണ്ട് തിരമാലകൾ ഉയരുകയും അത് കരയിലേക്ക് അടിച്ചു കയറി തിരിച്ചു പോകുന്ന പോക്കിൽ വൻ വൃക്ഷങ്ങളും യന്ത്രങ്ങളും കെട്ടിടങ്ങളും 10 ലക്ഷത്തോളം മനുഷ്യരെയും തിരിച്ചു കൊണ്ടുപോയില്ലേ? ഒരു റിസോർട്ടിൽ ഒഴിവു സമയം ചെലവഴിക്കാൻ പോയ ഒരു മാതാവും 2 കുട്ടികളും. ഒരു കുട്ടിക്ക് 2 വയസ്സ്, മറ്റേ കുട്ടിക്ക് 7 വയസ്സ്. തിരമാലകളിൽ റിസോർട്ടിനെ തകർത്തപ്പോൾ ഈ 2 കുട്ടികളെയും രക്ഷിക്കുവാനായിട്ട് മാതാവ് ശ്രമിച്ചു. എന്നാൽ നടുക്കത്തോടുകൂടി അവർ ഒന്ന് മനസ്സിലാക്കി, 2 കുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചാൽ താൻ ഉൾപ്പെടെ 3 പേരും മുങ്ങി മരിക്കും. ഒരു കുട്ടി ഉപേക്ഷിക്കണം. ആരെയാണ് ആ മാതാവ് ഉപേക്ഷിക്കുക? 2 പേരെയും താൻ ഗർഭപാത്രത്തിൽ ചുമന്നിട്ടുണ്ട്. 2 പേരെയും താൻ നൊന്ത് പ്രസവിച്ചതാണ്. 2 പേർക്കും മുലപ്പാൽ നൽകിയതാണ്. 2 പേരെയും താൻ സ്നേഹിക്കുന്നു. 2 പേരും തന്നെയും സ്നേഹിക്കുന്നു. എന്നിട്ടും ആ മുതിർന്ന കുട്ടിയെ ഉപേക്ഷിക്കുവാൻ ആ മാതാവ് തയ്യാറാവുകയാണ്. അന്ത്യദിനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വിവരണങ്ങളുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഖറജത്തിൽ അർദു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ എന്ന് തുടങ്ങുന്ന ഒരുപാട് വചനങ്ങൾ. ഈ വചനങ്ങളെല്ലാം നാം കൂട്ടി വായിച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഖുർആൻ പറയുകയാണ്, ആകാശവും ഭൂമിയും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യപ്പെടുമെന്നും ഭൂമിയും പർവ്വതങ്ങളും അടിയോടെ പിഴുതെടുക്കപ്പെടുമെന്നും അത് വലിയൊരു കൂട്ടിയടിക്കൽ പോലെ ആയിരിക്കുമെന്നും പർവ്വതങ്ങൾ മേഘങ്ങളെ പോലെ സഞ്ചരിക്കുമെന്നും പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ ആയിരിക്കുമെന്നുമെല്ലാം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, അതിന്റെ പ്രകാശം പൊലിയുമ്പോൾ, ആകാശം ചുരുട്ടപ്പെടുമ്പോൾ, ഉപരിലോകത്തിന് തീപിടിച്ചതുപോലെയാകുമ്പോൾ, ആകാശം ആടിക്കളിക്കുമ്പോൾ എന്നെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. ഇതിനെ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. പണ്ടവർക്ക് ശാസ്ത്രത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് ശാസ്ത്രത്തിന്റെ പിന്തുണ അവർക്കില്ല. പണ്ട് പ്രപഞ്ചത്തിനെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആയിരുന്നു. സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം. ഈ പ്രപഞ്ചം എന്നും ഇതുപോലെ നിലനിന്നിരുന്നു. ഇതിനാരം